കൃഷിവകുപ്പിന്റെ കീഴിൽ കാസർഗോഡ് ഭീമനടിയിൽ സംഘടിപ്പിച്ച ജില്ലാതല ടെക്നോളജി മീറ്റും കാർഷിക പ്രദർശനവും കേരളത്തിന്റെ സമ്പന്നമായ കാർഷിക സംസ്കാരം വിളിച്ചോതുന്നവയായിരുന്നു. 2 ദിവസം നീണ്ടുനിന്ന ടെക്നോളജി മീറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്യാമളാദേവി നിർവഹിച്ചു. ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. ജൈവകൃഷി ജില്ലയായി 89 ശതമാനം ജില്ല എന്ന രീതിയിൽ ജൈവ ജില്ലയായി പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിതരണം ചെയ്യപ്പെടുന്ന വളങ്ങൾ ജൈവവളം എന്ന പേരിൽ വിതരണം ചെയ്യുന്ന വളങ്ങൾക്ക് എത്രമാത്രം ജൈവമുണ്ട് എന്നതിൽ പരിശോധന നടത്തിയാൽ അത് നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. ജില്ലയിൽ തന്നെ മുഴുവൻ പഞ്ചായത്തുകളിലും ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ ആവശ്യമാണ് എന്നുള്ള തരത്തിലേക്ക് അത് നല്ല രീതിയിൽ ശുദ്ധമായ ജൈവവളം ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരിശോധന കൂടി ജൈവ കൃഷിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവേണ്ടതുണ്ട്. ജൈവ കൃഷിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്കറിയാം അധികമായ രാസവള പ്രയോഗവും കീടനാശിനി പ്രയോഗവും കൊണ്ട് വിഷലിപ്തമായ നമ്മുടെ മണ്ണിന്റെ നൈസർഗികമായ ഫലഭൂഷ്ഠത നിലനിർത്താൻ അല്ലെങ്കിൽ അത് ആർജിക്കാൻ വേണ്ടി സമയമെടുക്കും എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പതിയെ നമ്മൾ ആ രീതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക പ്രദർശനവും ടെക്നോളജി മീറ്റും സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പുതിയ തലമുറ കൃഷിയിലേക്ക് വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം പ്രമുഖർ സംസാരിച്ചു. 7 പഞ്ചായത്തുകളിൽ നിന്നായി 1400ഓളം കർഷകർ ഈ കാർഷിക പ്രദർശനത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നു. കർഷകർക്കായി സംഘടിപ്പിച്ച സെമിനാറുകൾ കൃഷിയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും കർഷകർക്ക് തന്നെ തുറന്നു സംസാരിക്കാൻ അവസരമൊരുക്കി. കാർഷിക മേഖല, മത്സ്യബന്ധന മേഖല, ക്ഷീരോത്പാദന മേഖല, മൃഗപരിപാലനം തുടങ്ങി കൃഷിയുടെ വ്യത്യസ്തമായ മേഖലകളെക്കുറിച്ച് സെമിനാറിൽ ചർച്ചകൾ നടന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷെ നാളെ ഈ കാർഷിക മേഖലയോടനുബന്ധിച്ച് തന്നെ മൃഗസംരക്ഷണം, ഫിഷറീസ്, ഡയറി ഈ മേഖലകളിലുള്ള ക്ലാസുകളാണ് നടക്കുന്നത്. ആ ക്ലാസുകളിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കർഷകരും പങ്കെടുക്കണം. കർഷകർ നേരിട്ട് തങ്ങളുടെ കൃഷി അനുഭവം പങ്കുവച്ചത് ആധികാരികമായ ധാരാളം കൃഷി അറിവുകൾ ലഭിക്കാൻ കാരണമായി. പിന്നെ തണുപ്പുകാല പച്ചക്കറികളുടെ തണുപ്പ് സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അവിടെ ഈ വെയിലിന് ശക്തി ഉണ്ടാവില്ല. തണുപ്പ് കാലത്ത് ആൾക്കാർ നല്ല വെയിൽ കായുന്നതാണ് വരുന്നത്. അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഒരു വക നമ്മളെ കൂട്ടാനൊക്കെ ഉണ്ടാക്കി നമ്മൾ കുഴിയിട്ടിട്ടാ വെക്കുക അല്ലെ, മഞ്ഞപ്പൊടി കൊടുക്കും. ഒരു വക കീടനാശിനികളൊക്കെ അങ്ങനെ വിഘടിച്ച് പോകുന്നു. അപൂർവം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം ചൂട് കൊണ്ടും ഈ പുളി രസം കൊണ്ടും വിഘടിച്ച് പോകും. പിന്നെ ചെയ്യണം, നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കുക. ഈ പഴവർഗ്ഗങ്ങൾ മുന്തിരിയൊക്കെ ആണെങ്കിൽ ഒരു ലേശം ഡിറ്റർജന്റ് സൊല്യൂഷൻ വെച്ച് ഒന്ന് നന്നായിട്ട് കഴുകി പലതവണ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഒരു വക കീടനാശിനികളൊക്കെ അതിന് പോകും. അപ്പൊ ഉണ്ടുന്നത് സത്യം. പക്ഷെ നമ്മൾ അതിനൊരു മാർഗം വേണം. പുളിവെള്ളം, ഉപ്പുവെള്ളം ഇതിലൊക്കെ കഴുകിയെടുക്കാം. ലേശം ഡിറ്റർജന്റ് വെച്ച് നമ്മുടെ പാത്രം കഴുകുന്ന ഡിറ്റർജന്റ് വെച്ച് ഒന്ന് ഉരച്ച് കഴുകിയാൽ ഒരുപാട് കീടനാശിനികൾ. ജില്ലാതല ടെക്നോളജി മീറ്റിന്റെ ഭാഗമായി കൃഷിവകുപ്പ് ആത്മീയമായി ചേർന്ന് സംഘടിപ്പിച്ച കാർഷിക പ്രദർശനം ജനശ്രദ്ധയാകർഷിച്ചവയായിരുന്നു. കാർഷിക മേളയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ് നിർവഹിച്ചു. കർഷകരെ പുതിയ ടെക്നോളജി പരിചയപ്പെടുത്താനും അതോടൊപ്പം മണ്ണ് പരിശോധന നടത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർഷകരെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവന് വലിയ പ്രയാസത്തിലാണ്. ഈ മേഖലയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം കൃഷി ലാഭകരമല്ല എന്നുള്ള ഒരു തോന്നൽ അവരുള്ളതുകൊണ്ടാണ്. അപ്പോൾ കൃഷി ലാഭകരമാക്കി മാറ്റുന്നതിന് വേണ്ടി പുതിയ ടെക്നോളജി എന്താണ് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അതോടൊപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന വളപ്രയോഗം മണ്ണ് പരിശോധന നടത്താതെ നമ്മൾ ഒരുപാട് വളങ്ങൾ നമ്മുടെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പക്ഷെ ഇതെല്ലാം പാഴാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
കാരണം മണ്ണ് പരിശോധിച്ചിട്ട് ഏതെല്ലാം ഘടകങ്ങളാണ് കുറവ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭകരമാക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭീമാകാരമായ കിഴങ്ങുകൾ, വാഴക്കുലകൾ, പാക്ക്, കുമ്പളങ്ങ തുടങ്ങി എല്ലാവിധ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു. അലങ്കാരച്ചെടികൾ, ഔഷധച്ചെടികൾ, ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകൾ എല്ലാം തന്നെ മേളയിൽ ശ്രദ്ധിക്കപ്പെട്ട വിഭവങ്ങളായിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ജനങ്ങൾക്ക് പാശ്ചാത്തല മേഖല, റോഡ്, കുടിവെള്ളം ഇത് മാത്രമേ നമ്മളെ ആൾക്കാർക്ക് വേണ്ടൂ. പക്ഷെ പ്രൊഡക്ഷൻ മേഖലയിൽ, കാർഷിക മേഖലയിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കാർഷിക മേഖല തകർന്നു കഴിഞ്ഞാൽ സമസ്ത മേഖലകളും തകർന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോടെ ഒട്ടേറെ സ്കീമുകളാണ് ഇന്ന് കാർഷിക മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കോഫി കൾച്ചർ മുഖാന്തരം കേന്ദ്ര ഗവൺമെന്റ് സ്കീമുകൾ, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്കീമുകൾ, അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ സ്കീമുകൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്കീമുകൾ, അതോടൊപ്പം ബൃഹത്തായ സംയോജിത നീർത്തട പരിപാലന പരിപാടി എന്ന് പറയുന്ന പദ്ധതിയും കൂടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ, നമ്മുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരികയാണ്. കാർഷിക ഉത്പന്നങ്ങളിലുണ്ടാക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം മേളയിലെ മറ്റൊരാകർഷണമായിരുന്നു. ചിരട്ട കൊണ്ടും വാഴനാര് കൊണ്ടും ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ജനങ്ങൾക്ക് കൗതുകകരമായി തീർന്നു. ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മുതൽ ആധുനിക കാലത്തെ കൃഷി ഉപകരണങ്ങൾ വരെ മേളയിൽ പ്രദർശിപ്പിച്ചു. കേരളത്തിന്റെ പഴയകാല കാർഷിക പ്രൗഢി വിളിച്ചോതുന്നവയായിരുന്നു കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം.
കാസർഗോഡ് ജില്ലയിലെ മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് സംഘടിപ്പിച്ച മണ്ണും ജലവും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചിത്രപ്രദർശനവും മേളയിൽ ആകർഷണവും അറിവും പകർന്നു നൽകി. കൃഷിയിലേക്കും കാർഷിക സംസ്കാരത്തിലേക്കും ജനങ്ങളെ ആകർഷിക്കാനും പുതിയകാല കൃഷിരീതികളെക്കുറിച്ച് അറിവ് പകർന്നു നൽകാനും മേളയ്ക്ക് കഴിഞ്ഞു. ഇതുപോലുള്ള മേളകളുടെ പ്രഭാവം കൃഷിയെ ജനകീയമാക്കാനും കാർഷിക സംസ്കാരം പുതുതലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനും കാരണമാകുമെന്നതിൽ സംശയമില്ല. വെള്ളം വന്നാ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി വെള്ളം വന്ന
വന്നാൽ നമ്മൾ ചെറമുകളേറും. മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കയറും. ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറമുകളേറും. രായിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രായിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രായിക്കണ്ടാരോ രേരിക്കണ്ടേരോ, രായിക്കണ്ടാരോ